Hi everyone, welcome to Aziz React and Review. My name is Ashmita and I hope you all are doing well today, guys. And yes, today's Tera Para reaction is gonna be the reaction for 17th, 18th and 19th episode. So yes, the penultimate episodes before, of course, the finale, the grand finale. So yes, these are fairly longer episodes, so I don't want to really delay this further. I will, of course, put the timestamps of all the reactions in my description box. So either you can watch this video at one go, or you can go to your favorite episode reaction. So I am really excited to see if Lolan has actually changed, though I don't want him to change. But yes, let's see where this goes and what are the future struggles that all these four will face now. So yes, let's start with episode 17 and see how Lolan has changed. I don't want him to change. Alright, let us begin episode 17. Something is fishy, okay? He's become all dharmic. Oh! Clean shave! George ആടാ ഓ ഷേവ് ചെയ്തില്ലേ ഒരു മാറ്റം എല്ലാവർക്കും നല്ലതാണ്. No. He's looking nice. No need to laugh, Shibu. ഒരു കുഴപ്പമില്ല. ജോർജ് ഒന്നിങ്ങോട്ട് വന്നടാ. എന്താടാ എന്താ അയ്യേ ഇതെന്ത് പറ്റി? No, George looks nice. അതവിടെ കഴിഞ്ഞു. പ്ലീസ് അത് വിട്. എന്നാ വിളിച്ചത് പറ. ഇത് കാണാൻ വിളിച്ചാണ്. ലോലൻ നന്നായി. ആഹാ, നന്നായതാണോ രാവിലെ കണ്ടത്? ഞാൻ വെച്ച് ലോലൻ വട്ടായതായിരിക്കും. എടാ നിന്റെ ഒറ്റ ക്ലാസ് കൊണ്ട് അവനങ്ങനെ നന്നായി പോയടാ. ലോലൻ ഉവ്വ. എടാ ലോലൻ മുട്ട ഇട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ വേണേ വിശ്വസിക്കാം, പക്ഷെ നന്നായി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കൂല. അവന്റെ ഫോണല്ലേ ഓടിക്കുന്നത്, അവന്റെ ഏതെങ്കിലും ഒരു കാമുകയായിരിക്കും. സംശയം ഞാൻ ഇപ്പൊ തീർത്തരാം. One of his girlfriends. I thought now he was exclusive with Achu. അച്ചു അച്ഛനല്ലേ? Not Achan, not father. അവന്റെ മോണാക്കിന്റെ നാടകമൊക്കെ ഞാൻ ഇപ്പൊ തീർത്തരാം. ലോല, എടാ നിന്നെ അച്ചു വിളിക്കുന്നതാ. ലോല മൈഡിയറച്ചു നിങ്ങൾ മനസ്സിൽ Parody of a Tamil song. ഒരസിക്കലാം പിന്നെ ജിഗ് ജിഗ് ജിങ്. അച്ചു എടുക്കടാ. എന്നാ ഞാൻ എടുത്തിട്ട് കട്ട് ചെയ്യട്ടെ. നിനക്ക് താല്പര്യമില്ലെന്ന് പറയട്ടെ. ഞാൻ എടുത്തിട്ട് നിനക്ക് താല്പര്യമില്ലെന്ന് പറയട്ടെ അച്ഛനോട്. He'll only say he's not interested. പെങ്ങളെ ഇനി എന്നെ വിളിക്കില്ല കേട്ടോ. From girlfriend to sister. പെങ്ങളോ? നിങ്ങൾക്കാർക്കില്ല ഈ ഫോൺ വേണം? ഞാനിത് വിൽക്കാൻ പോകും. അല്ല വേണ്ട, അച്ഛനെ വിളിക്കാം. എന്തോടാ പറഞ്ഞിട്ട് പോയ? ഇച്ചിരി വെള്ളം എടുത്ത് തന്നിട്ട് പോവോ? അയ്യോ. Oh no, has he really changed? I don't want him to change. വെള്ളം എന്ത്? Oh, hacking detected. Shambhu's laptop. എന്താണെന്ന് ലാപ്ടോപ്പ് കിട്ടിയത്? ഏതോ പരുന്നാറി ഹാക്ക് ചെയ്യാൻ നോക്കുന്നതാണ്. Is it KK? Come on. എടാ ശംഭു, ഒരൊറ്റ പേഴ്സൻറ്റേജ് കൂടി കഴിഞ്ഞാ നിന്റെ സീ ട്രാക്കർ കേക്കയുടെ പോക്കറ്റിൽ. നിനക്ക് ശംഭുവിന്റെ ലാപ്ടോപ്പ് തന്നെ ഹാക്ക് ചെയ്യണമില്ലണ്ടാ. Come on, കേക്ക്. No. Yes. Poda nari. Okay. No, you guys don't poda nari, please. I wonder. I am just wondering, like Shambhu is so talented. How is he not being backed by all these big software companies yet? Why is he freelancing? കേട്ടോ, വേണ്ട സാധനം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പോയി വാങ്ങിച്ചിട്ടുണ്ട്. നന്നാവെന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഇങ്ങനെയൊക്കെ നന്നാവൂ? മാതിരി വൃത്തിയായിട്ട് നന്നാലേ പോയി. വാടാ പോയി മേടിച്ചിട്ട് വരാം. സീ ട്രാക്കർ കിട്ടാൻ ഒരു വഴിയുള്ളൂ. ഫ്രാൻസിസ് ഫ്രം പോർക്കൻകോട്. How does he know Francis? വരുന്നടാ. അല്ല എങ്ങടെ അണിഞ്ഞൊരുങ്ങി അരി മേടിക്കാനാണോ പോണ? ലോലിനിവിടെ മീൻ മേടിക്കാൻ പോകുന്നവരെ ജാക്കറ്റ് ഇട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമില്ല. എടാ ജോർജ്, നമ്മളെ ലോലിന് ഇപ്പൊ നന്നായ സ്ഥിതിക്ക്
നിന്റെ പഴയ ബിസിനസ് പരിപാടിയൊക്കെ തട്ടിക്കൂട്ടി എടുത്താലേ. The app thing. ഞാനൊരു പുതിയ കിടിലം പരിപാടിയെ പറ്റി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. എന്താ? ഒരു പണിയില്ല, മോട്ടിവേഷൻ സ്പീക്കർ, കിടിലം പരിപാടിയാ. Oh no. No, I feel every job has hard. Oh God, no hard. സംഭവം എന്ന് പറയുന്നത് നമ്മളൊരു ഹാളിൽ കുറെ പേര് വിളിച്ചിരുന്നിട്ട് ആവശ്യമില്ലാതെ ആത്മവിശ്വാസം ഇങ്ങനെ വാരിക്കോരി കൊടുത്തോണ്ടിരിക്കും. ഒരു കാര്യമില്ല, അവർ ചോദിക്കാൻ പോരുത്, അങ്ങ് മോട്ടിവേഷൻ ആത്മവിശ്വാസം കൊടുത്തോണ്ടേ ഇരിക്കുക. കിടിലം പരിപാടി, കിടിലം വരുമാനോ. No, I feel there is some truth to what George is saying. Like give motivation for no reason, huh? Just unwanted motivation. There are people who look for that, so that's a good business plan. അവിടെ കുഴപ്പം, തുടങ്ങാൻ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല. പരിപാടി സംഭവം നല്ല പരിപാടിയാണ്, അരി മേടിക്കാൻ പോകാം. പക്ഷെ കിടിലം പരിപാടിയാണ്. ഇവിടെ നീ അറിഞ്ഞോ ആ ടോണി നിഷ തമ്മിൽ തെറ്റി? അവനൊരു സംശയരോഗിയാന്നേ. ഈ ഒരു റിലേഷൻഷിപ്പിന്റെ അടിസ്ഥാനം Look who's talking. See? Put the seat tracker on his girlfriend's phone. ഒരു റിലേഷൻഷിപ്പിൽ നമ്മളെല്ലാം പരസ്പരം ഷെയർ ചെയ്യണം. നമ്മുടെ ഇടയിൽ മറയൊന്നും പാടില്ല. നമ്മുടെ ഇടയിൽ ഒന്നിനും ഒരു മറ പാടില്ല. ഞാനും കേട്ടു ഒരു ടിങ്ങുണ്ട്. അത് ആരത്? എൻ്റെ ഫ്രണ്ട് ഉണ്ണി. ഉണ്ണിയോ? അല്ല ഒന്നേ, ഞാനൊരു കാര്യം പറയണ്ടേ? മറയില്ലെന്ന് കാണിക്കാൻ ഞാൻ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ ഫോൺ എടുത്ത് നിനക്ക് തരും. നിനക്ക് എൻ്റെ മെസ്സേജ് നോക്കാം, വാട്സാപ്പ് നോക്കാം, എന്ത് വേണം നോക്കാം. ഇനി എൻ്റെ ഒരു വിശ്വാസത്തിന് നീ നിന്റെ ഫോണും തന്നെ. വേണ്ട, എനിക്ക് ഫ്രാൻസിന്റെ വിശ്വാസമല്ലേ. ഇല്ല, അങ്ങനെ പറയരുത്. നീ നിന്റെ ഫോണും തന്നെ. എന്തിനാ? ഉണ്ണിയായിരിക്കും അല്ലേ? അതെ. ഫോൺ ഇങ്ങോട്ട് തടി. Oh, ഉണ്ണിയാണ്. that's not okay. അലമാരിയിൽ നിന്ന് ചുമന്ന ബ്ലൗസ് ഞാൻ എടുത്തിട്ടുണ്ട്. അവൻ എന്തിനാണ് ഇതിന്റെ ചുമന്ന ബ്ലൗസ്? അവൾക്ക് വല്ല കല്യാണത്തിനായിരിക്കും. അവൾക്കോ? എന്റെ ഫ്രണ്ട് ഉണ്ണിമായ. ഞാൻ അന്ന് പറഞ്ഞില്ല എന്റെ റൂംമേറ്റ് ഉണ്ണിമായ. അല്ല, നീ ഇതിനകത്ത് എന്താ മുഴുവൻ പേരായിട്ട് ഇടാത്തെ? അല്ല, നാട്ടുകാർ തെറ്റിദ്ധരിക്കില്ലേ? ഞാൻ 2 ഐസ്ക്രീം മേടിക്കട്ടെ? She likes that he's so possessive about her. Wait till she finds out he has installed the seat tracker. ചേട്ടാ 2 ഐസ്ക്രീം. ശല്യപ്പെടുത്തല്ലേ? സത്യം പറ, നീ അല്ലടാ ഉണ്ണിമായ? നിന്നെ ഞാൻ എവിടെയോ. നീ ആ കിറുക്കങ്ങുമാരല്ലടാ? കൃഷ്ണകുമാരൻ. നിനക്കെന്താ അവളുടെ പുറകെ കാര്യം? അവളുടെ പുറകെയല്ല, അതിന്റെ പുറകെ വന്നത്. എന്റെ പുറകിലോ? എന്തിന്? അയ്യോ, ഞാൻ ഇതിനകത്ത് വെച്ചിരുന്ന പുത്തൻ 10 രൂപ കാണുന്നില്ല. ചെലവാക്കാതെ മാറ്റി വെച്ചേക്കുമായിരുന്നു. എവിടെ? അതല്ല മറ്റവൻ. എടാ ഓക്കെ കേക്ക്. അവനെന്താ ഫ്രാൻസിന്റെ ഒപ്പം? എന്തോ ഉടായിപ്പുണ്ട്, ഉറപ്പാ. അതെ, നമ്മളിപ്പോ ആ മഴപ്പണ്ടി പോയി ചാടണം. വേണ്ട, വരിക. ആ കേക്ക് ഫ്രാൻസിനോട് കൂടെ എന്തെങ്കിലും സംഭവം ഉണ്ടോ? I'm also willing to find out. നമ്മുടെ ഫ്രാൻസിസിനെയും കേക്കേയും തമ്മിൽ ഒരുമിച്ച് ഒരുമിച്ച് തോളേക്കായിട്ട് നിൽക്കുവാന്ന്. എന്തോ ഉടായിപ്പുണ്ട്. എന്തുടായിപ്പ്? അത് ഞങ്ങൾക്കറിയോ? Shambhu is very confident that they cannot do anything. Like even if they conspire against these guys, they cannot do anything. Because Shambhu has a very big weapon with him, na? The sea tracker thing. He can just blackmail Francis. മരവണിയല്ലേ, ആൾക്കപ്പോ കാണാം. കാത്തിരിക്കണത് ക്രിസ്മസ് ന്യൂ ഇയർ ഒന്നല്ല മിസ്റ്റർ, പണിയാണ് പണി. എടാ ലോല നന്നായാലും പണിയും വരുമല്ലോ. അപ്പൊ പറഞ്ഞോളൂ, ലോൻ എന്ത്? അവന്റെ അടുത്ത പറമ്പിൽ തുളസി പറിക്കാൻ പോയേക്കാ. തുളസിയോ? എന്തിന്? എന്തോ പൂജാന്നെന്താ പറഞ്ഞിട്ട്. നട്ടുച്ചയ്ക്ക് പൂജയ്ക്ക് തുളസി പറിക്കാനോ? ഒരു ചെറിയ സംശയം തീർത്തിട്ട് വരാം. അച്ഛോ, ഞാൻ ഇവിടെ പറമ്പിൽ കുത്തിയിരിക്കുക. I knew it in my heart that he can't change. So Lolan has not changed, huh? Lolan has not changed. എന്നെ വിളിക്കാനായിട്ട് കുത്തിയിരിക്കുക. തുളസിയിലെ പറിക്കാനാന്ന് പറഞ്ഞോണ്ടാ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇനി എന്നും പറിക്കേണ്ടി വരുമെന്നാ തോന്നുന്നത്. ഇവൻ ഇത് ഏത് പറമ്പിലാണ്? അച്ഛോ, Oh, it's Achu's plan. Oh, so Achu seems like really into Lolan. Though I really wonder why they haven't met yet. So she's legit helping him. Oh. എല്ലാരും വിശ്വസിച്ച്. എല്ലാരും ഞെട്ടി കിളി പാറിയിരിക്കുക.
ആ ജോർജ് ആ ഏറ്റവും വലിയ മണ്ടൻ. നിന്റെ കൊച്ചനാണ് മണ്ടൻ. അവനാ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചത്. നിന്റെ അപ്പൂപ്പ വിശ്വസിച്ചു. ഞാനിവിടെ പറമ്പിൽ തന്നെ ഇരിപ്പുണ്ട്. ഇവിടെ പാമ്പൊന്നുമില്ല. അതെ അച്ചു, ഞാൻ പിന്നെ വിളിക്കാവേ. He's adorable, man. പൊക്കി കള്ളൻ പൊക്കി. എന്റെ അമ്മോ പെരുങ്കള്ളൻ. ആരാടാ? എടാ കള്ളത്തെണ്ടി ലോലൻ. അവനെ പറമ്പിൽ എന്തൊടുക്കാന്നാ നീ പറഞ്ഞേ? ഉണ്ടേണ് ഉണ്ട. അവൻ അവിടെ നിന്ന് അച്ചുവായിട്ട് സംസാരിച്ചോണ്ടിരിക്കോടാ. ഭയങ്കര ഞാൻ അപ്പഴേ പറഞ്ഞു ഇതൊക്കെ അവന്റെ ആക്ടിങ് ആണെന്ന്. നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടിട്ടില്ല. സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ? സാധനങ്ങളൊക്കെ മേടിച്ച്. നീ തുളസി പറിച്ച? തുളസി പറിച്ചില്ല. അതെന്താ? അപ്പറമ്പിൽ തുളസി ഇല്ലായിരുന്നു. ഞാനൊരു ഡൗട്ട് വെച്ചോണ്ടല്ലോ, നീ ശരിക്കും നന്നായോ? ഓഫ് കോഴ്സ്. അപ്പൊ നിന്റെ ലൈഫിൽ ഇനി പെണ്ണേ ഇല്ല? എന്റെ ലൈഫിൽ ഇനി ഒരു പെണ്ണില്ല. പെണ്ണില്ല. സത്യം. ഉറപ്പാണെന്നേ? പെണ്ണില്ല, പെണ്ണില്ല, പെണ്ണില്ല. പെണ്ണില്ല. Ooh, who's that? Oh. Talk about bad timing, huh? I don't know who that girl is. Can't be Achu. No, she would have, of course, she would not do that because that was her plan, you know, that Lolan should pretend that he has changed. So that is somebody else, I'm guessing. Ooh, so, oh my god, talk about bad timing. Now, of course, this woman, whoever she is, Lolan, they'll ensure that Lolan does not talk to her. Let's see what happens. So we know, so this new angle of, I don't know, that's not very clear how KK knows Francis, but definitely KK is going to tell him that please help me get this sea tracker, but Francis will probably say no because he's already getting blackmailed by Shambhu. So I mean, I don't know, let's see how that pans out. So yes, let's see who this new entrant is. Haha, wow. Episode 18th. Superbly excited now. Not a bachelor, okay? ഹായ്, ഞാനിവിടെ അടുത്ത വീട്ടില് താമസിക്കാൻ വന്നതാ. ജേക്കപ്പേട്ടൻ പറഞ്ഞു താക്കോൽ ഇവിടെ ഉണ്ടായിരിക്കും. താക്കോൽ എന്റെ കയ്യിലില്ലല്ലോ. മാരിയടാ ജേക്കബേടെ വന്നല്ലേ ഷിബു? അതോട്ടാ. ആ, Talk about bad timing, really. And now they're gonna, all these three are going to ensure that Lolan doesn't talk to this female. ജോർജ്. ജോർജ്. Priya. ഇത് ശംഭു. Yeah, okay. ഇത് ലോല. ഏയ് അവനങ്ങനെ സ്ത്രീകളോട്ട് അധികം ഇടപെടാത്തൊരു കൂട്ടത്തിലാണ്. നിത്യ ബ്രഹ്മചാരിയാ. പ്രിയ Chronic വന്നത് തന്നെ അവന് brahmachari. ഇഷ്ടമായില്ലെന്നുള്ളത് Chronic mind. bachelor. കാര്യമൊക്കെ ഉണ്ട്, ഞങ്ങൾ ഓക്കെയാണ്. നീ പോയ ചായട്ടെ. പാലില്ല. Palil. എന്നാലേ നമുക്ക് നാലുപേർക്കും പുറത്തോട്ടൊരു കോഫി ആയാലോ? ഓക്കെ. അതിന് പുറത്തു വന്ന് എന്തിനാ? കട്ടൻ ചായ പിടിക്കാലോ. കട്ടൻ ചായ ഇട്ടാരാ? Why is he so desperate to talk to her? He has Achu with him. Huh? ഞാൻ പോയി കട്ടായിട്ടുണ്ടോ? കള്ളം പറയാൻ കണ്ട നേരം. അല്ല, കീ. Look at how happy these three are. ടീ അല്ല, കീ. By the way, nice hair. ഇതിനെന്താ ശരിക്കും ചെയ്യുന്നേ? അതിന് കുളിക്കാതിരുന്നാ മതിയല്ലോ. എല്ലാരും ഭയങ്കര പണിയാണല്ലോ. ഞാനും ഭയങ്കര കോമഡിയാ. I'm also funny. കൂട്ടത്തിൽ ഏറ്റവും കോമഡി. നിങ്ങളൊക്കെ എവിടെ വർക്ക് ചെയ്യണേ? ഞാനിവിടെ തമ്മനത്ത് കുലിക്കരുത്. തമ്മാൻ കുൽക്കി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, ദുബായിലാണ്. ലീവിന് വന്നതാ. ആഹാ, ഓ. അപ്പൊ നിങ്ങളോ? ലോല കട്ടറായില്ലോടാ ഇപ്പൊ വരും. അയ്യോ, ആക്ച്വലി കുറെ നാളായിട്ട് ഞാനിങ്ങനെ ചിരിച്ചിട്ടില്ല കേട്ടോ. അയ്യോ, ചായ വേണ്ടായിരുന്നു. ആ താക്കോലൊന്ന് Give her the കിട്ടിയപ്പോ. key. താക്കോല് പോക്കലുണ്ട്. ആഹാ, കയ്യിൽ വെച്ചിട്ടാണോ? ഓക്കെ, അപ്പൊ എന്തായാലും എനിക്ക് നിങ്ങൾ മൂന്നുപേരെ ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞങ്ങക്ക് ഞങ്ങളെ മൂന്നര ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്തായാലും ഇനി മീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ശരി, കാണാം. സോറി. അപ്പൊ ശരി, പറഞ്ഞോളാം. ഓക്കെ. നല്ല സുന്ദരി കൊച്ചല്ലേ? അടിപൊളി, എനിക്ക് ഇഷ്ടമായി. Poor Lolan. ഇപ്പൊ നോക്കിക്കോ, പുറകെ വരും. എടാ, ഈ ഇൻസ്റ്റാഗ്രാമിലുണ്ടോ നോക്കിയടാ? ഓക്കെ. RIYA
ഐറ്റമോ No, but it was Priya, right? Or Riya? Somebody is acting so well. എന്തുവാ എനിക്കൊരു കാര്യം പറയട്ടെ. എടാ ലോലിനൊരു കാര്യം പറയാൻ പോവാന്ന് പറയൂ. രാവിലെ Sorry, ഞാൻ sorry. കാണിച്ചില്ലേ? രാവിലെ Sorry. The way he says, I want to say something. എനിക്കൊരു കാര്യം പറയട്ടെ. എടാ ലോലിനൊരു കാര്യം പറയാൻ പോവാന്ന് പറയൂ. രാവിലെ ഞാൻ അങ്ങനെയൊക്കെ കാണിച്ചില്ലേ? രാവിലെ കാണിച്ചത് അത് വെറുതെ ആയിരുന്നു. നന്നായതായിട്ട് അഭിനയിച്ചായിരുന്നു. അഭിനയിച്ചാണോ? പറയണ്ടേ ഞാനത് ഇവിടെ എവിടെയത് എന്തോ തപ്പുന്നേ? എടാ മികച്ച നടനുള്ള അവാർഡ്. അയ്യോ അതൊന്നും വേണ്ട. എണീച്ച് പോടാ എണീച്ച്. എന്റെ അഭിനയം അമ്പലത്തിൽ പോക്ക് പറമ്പിലെ തുളസി പറിക്കലും എന്റെ കാലിലെ ഇടിന്ന് മാറിയിരിക്കട്ടോ. നീ എന്തോടാ പറഞ്ഞത് അവളോട് അച്ഛനോട്? ജോർജാണ് ഏറ്റവും വലിയ മണ്ടൻ അല്ലേ? കള്ളം പറഞ്ഞ കണ്ണടിച്ചാൻ പൊളിക്കുന്നുണ്ട്. പറഞ്ഞായിരുന്നു ഒരു വട്ടം. പറമ്പിലുണ്ടായിരുന്നു. ആ പറമ്പിലുണ്ടായിരുന്നു. ഇവിടെ നിനക്കാടാ ഏറ്റവും ബുദ്ധിയുള്ള. അവള് മണ്ടി. ഞാൻ അവളെ പറ്റിക്കാൻ പറഞ്ഞയാ. എടാ നീ നന്നാവത്തില്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ നിന്നോട് പറഞ്ഞത് നീയായിട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളുടെ അടി ഞങ്ങൾക്ക് കിട്ടുന്ന അടിയുണ്ടല്ലോ അതൊന്ന് കുറച്ച് തരണമെന്നാണ്. അത് ഞാൻ ഏറ്റ്. പക്ഷെ നിങ്ങൾ റിയ കാണുമ്പോ ഇനി പറയണേ ഞാൻ ബ്രഹ്മാരി അല്ലെന്ന്. ബ്രഹ്മാരിയാ എടാ ബ്രഹ്മചാരി. ആ അതല്ലെന്ന് പറയണേ. ആലോചിക്കാം. ആദ്യം നീ പോയി കഞ്ഞി വെക്ക. ആ കഞ്ഞി ഇപ്പൊ വെക്കാം. പറയണേ. എന്തിന്റെ കുഞ്ഞാണോ ഇത്? ഇതൊക്കെ വല്ല നടക്കൂടെ? Oh, they are planned. എടാ പൊട്ടന്മാർക്ക് എന്റെ വില അറിയാത്തോണ്ടാ ഇന്ന് രാവിലെ കൂടി നമ്മുടെ സായിപ്പ് വിളിച്ചുള്ളൂ. സായിപ്പ് ഡീലർ. എടാ ഇതിന് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഒരു 10 കോടി രൂപ വിലയുണ്ട്. ചിറ്റപ്പൻ ട്രാക്കർ പറ്റ് കോടി 10 കോടിക്ക് എത്ര പൂജ ഉണ്ടെന്ന് അറിയാം. അതൊക്കെ എനിക്കറിയാം. എടാ നിങ്ങൾ തമ്മിൽ നല്ല ടേംസ് ആയിരുന്നു. നിനക്ക് എപ്പോൾ അവിടെ കയറി ചെല്ലാലോ. എന്നെ അവരോട് പിടിച്ച് പുറത്താക്കിയതാ. ഏയ് ഞാൻ പോയി ശരിയാവത്തില്ല. എടാ സാഹിബ് സീനാക്കും കൊടുക്കുമെന്ന് ഏറ്റതാ. ഒരാളുണ്ട്. ആര്? ബ്രിട്ടോ. ആര്? സീൻ ബ്രിട്ടോയാ? Oh, yes! Arjun's grand entry. Okay. Brito. What a cute name. Brito. Oh, okay. എടാ അവനൊക്കെ വിശ്വസിക്കാൻ കൊള്ളാവോ? അതാവുമ്പോ ഇമ്മാതിരി ഉടായ്പ പരിപാടിക്കൊക്കെ ബെസ്റ്റാ. നീ വാടാ. ഇവനെ കാണുന്നില്ലല്ലോടെ. എടാ എൻ്റെ അടുത്തൊരാളുണ്ട് മുനിയാണ്ടി. തേനി മുനിയാണ്ടി. പുള്ളി ആകുമ്പോൾ ചീപ്പാ കാര്യം നടക്കും. Who's that? നിന്റെ ഈ തേനി മുനിയാണ്ടി ബംഗാളിയൊക്കെ ഉള്ളോടെ. പിന്നുള്ള വർക്കലെ ബേബി Wait. ചെയ്യില്ല. What was the... നിന്റെ ഈ തേനി മുനിയാണ്ടി. Acha, okay. Like the Bengali / Malayali guy and Theni. Who's Theni Munyandi? Will we get to meet him also? ബംഗാളിയൊക്കെ ഉള്ളോടെ. പിന്നുള്ള വർക്കലെ ബേബിയാ അവൻ ചെയ്യില്ല. ഡേ സത്യം പറ ഈ സായിപ്പൊക്കെ ഉള്ളതാണോടെ? സായിപ്പുണ്ട്. എടാ കാലത്ത് വിളിച്ചപ്പോ എന്നോട് പറഞ്ഞു അമ്മയാണ് സത്യം ഫുൾ പേയ്മെന്റ് തരാനാ. സായിപ്പ് അമ്മയാണ് സത്യം. അമ്മയല്ല മമ്മിയാണ് പ്രോമിസ്. ദൈവത്തിന് മച്ചാനെ എന്താണ് മച്ചാനെ? നമ്മളിങ്ങനെ പോണു മച്ചാനെ. അതിവിടെ നിങ്ങളുടെ മറ്റേ ബോംബെ സീൻ എന്തേ? അത് നമ്മൾ പിള്ളേരെ വിളിച്ച് പറഞ്ഞോളൂ. അറിയാല്ല നമുക്ക് 2 കോള് മതി കറക്റ്റ് ചെയ്യാൻ. സീനെ ഏതാടാ ഇവൻ? എടാ ഇത് കേക്കെ നമ്മുടെ തമ്മനത്തുള്ള. നീ ആ കുമാരൻ ചേട്ടൻ കൃഷ്ണനല്ലടാ? അതെ കൃഷ്ണകുമാർ. നീ ഇങ്ങോട്ട് വന്നേ. എന്റെ പൊന്നു സീനെ നീ ഇപ്പൊ ഇവനായിട്ടാണോ കമ്പനി? അല്ല കമ്പനി ഒന്നുമില്ല. എടാ ഇവനൊക്കെ ഡാർക്ക് സീനാണ്. വിട്ടുപിടിച്ച വള്ളിക്കെട്ടാണ്. Okay. Is it മറ്റേ പണ്ടി problematic? വധൂരി ഉണ്ടല്ലോ നക്ഷത്രാമനെ തരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. തോട്ടിൽ അവനെ പെയിന്റ് അടിച്ചോണ്ടല്ലോ പന്നി. അന്ന് ഞാൻ തലക്കെട്ടടിച്ച് പറഞ്ഞോട്ടാണ് ഇവനെ. കണ്ടാ നീ എന്റെ ലക്ഷണം കണ്ട? He is already a fraud. Huh? നടന്നാൽ തന്നെ കരുതിന് വന്നോണ്ടോ? KK. അവനെ യൂടെ പരിപാടിയൊക്കെ നിർത്തിയടാ. ഹാക്കിംഗ് ആണ്. ഹാക്കിംഗ് അത് വിട്. ഒരു കളിയുണ്ട്. 10 കോടിയുടെ കളിയാണ്. 10 കോടിയുടെ കളിയാ? 10 കോടി ഇല്ലെങ്കിലും 1 കോടിയെങ്കിലും കാണും. പൊന്നു സീൻ ഇതൊക്കെ വല്ല നടപടിയാവണ കേസാണ്. നടപടിയാക്കാം. ഒരു സാധനം അടിച്ച് മാറ്റണം. അമേരിക്കയിൽ ഒരു സായിപ്പ് ഉണ്ടെന്ന് മേടിക്കാം. അത് ശരി. ഇവിടെ വന്നാൽ പിന്നെ നമുക്ക് ഇവനെ ഒഴിവാക്കിയിട്ട് പപ്പാതി അടിച്ചാലോ? അയ്യോ സായിപ്പ് അവൻ്റെ അല്ല. ശേ എന്നാ പിന്നെ പോട്ടറോ പറ്റിക്കണ്ട. എന്തായാലും ചില്ലറ കൊടുത്ത് ഒഴിവാക്കാം. അപ്പൊ താൻ സീൻ പറ. എല്ലാം പറഞ്ഞില്ലേ? എൻ്റെ ഒരു സായിപ്പുണ്ട്. സായിപ്പിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. നീ ബാക്കി പറ. ഒരു 4 പിള്ളേരുണ്ട്. അവരുടെ കയ്യിൽ ഒരു ലാപ്ടോപ്പ് ഉണ്ട്. അത് നമുക്ക് അടിച്ചു മാറ്റാം. അയ്യ മോഷണോ? എടാ ഈ വക ചള്ള് കേസാന്ന് പറഞ്ഞാൽ ഞാൻ വരൂലായിരുന്നട്ടാ. മച്ചാനെ സാധനം സായിപ്പിന് കൊടുത്താലേ സായിപ്പ് നമുക്ക് കാശ് തരും. അതുകൊണ്ട് ഒരു പ്ലാൻ പറ. എന്നാ പിന്നെ അച്ഛനും കുച്ചാലും ബോംബ് എറിഞ്ഞ് 4 അങ്ങോട്ട് കൊന്നാലാ? ബോംബോ? അതൊക്കെ സീനാവും. എന്ത് സീൻ? നിനക്ക് സീനുണ്ടോ? ഇവന് സീനുണ്ടോ? എനിക്ക് സീനില്ല. ഒരു സീനില്ലാത്തതാണ് ഇവിടുത്തെ സീൻ. എന്ത് സീനാടോ? എന്ത് പണ്ടാര സീനാണ് മച്ചാനെ? ബോംബൊന്നും വേണ്ട. ആ സാധനം എടുത്താൽ മതി. ഇവന്മാരെ ആൾക്കാരെങ്ങനെയാണ്? ഒരു 4 പേരും
കൊടും ഭീകരന്മാരാ, സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. റൈറ്റാ റൈറ്റാ കാലോടെ നോക്ക്, കാലോടെ നോക്ക്. എടാ ശംഭു, കാലോടെ നോക്ക്. എടിച്ചു മോളെ പൊട്ടക്കണം. Britto is like, really? These guys? നിങ്ങോട്ട് വന്നേ. ഈ കിണക്കാച്ചി പിള്ളേരുടെ സീൻ അറ്റൻഡ് ചെയ്യാനാണോ നിന്നെ വിളിച്ചത്? എടാ നീ വിചാരിക്കുന്നല്ല, അവരെല്ലാം ഭീകരന്മാരാ. ആ വൈക്കോൽ പോലെ തലമുടിയുള്ളവനെ കണ്ടോ, അവനാണ് ലോക ഭീകരൻ. ആ ഭീകരന്മാരെല്ലാം കൂടെ അവിടെ തൊങ്ങി കളിക്കണ്ടെന്ന് പോടാപ്പ. മച്ചാനെ ഡയറക്റ്റായിട്ട് ഇടപെടാൻ പറ്റാത്തല്ലേ, നീ വിചാരിച്ച വള്ളി സീനായല്ല, ഏറ്റവും പോയി മാങ്ങാത്തൊലി. ഇവന്മാർക്ക് ബോംബിന്റെ ആവശ്യമൊന്നുമില്ലടാ. എൻ്റെ വേറൊരു സ്കീം ഉണ്ട്, വാ. Ooh, what is it? It's over? Oh, what? That got over really fast. So all these three are now in one team. There should be 4 versus 4. That'll be fun, huh? Four villain and 4 heroes, because of course these 4 are the heroes of the story. And oh my God, they just get into trouble no matter what. It's all because of that sea tracker. Why doesn't? That's what I feel. Why is Shambhu? Because he seems like a genius. Why is he not working for a big giant, corporate giant? Or start his own sea tracker wala business, because there is somebody out to steal his software. So that's interesting. All right, 19th episode, 19th. Here we go. Popcorn. Okay. അമ്മച്ചി ഞാൻ So this is the penultimate episode, and everything will fall into place in the 20th one. So yes, yo. അങ്ങോട്ട് എത്തണ്ടേ, എത്തിപ്പെടണ്ടേ? കുട്ടികളെയോ? ആര്, ഞാനോ? അമ്മച്ചി ജോലി കണ്ടുപിടിക്കാന്ന് പറഞ്ഞാണ്ടല്ലോ, അമ്മച്ചി തലേന്ന് പേൻ കണ്ടുപിടിക്കുന്ന എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അമ്മച്ചി ഫോൺ വെച്ചേ. കുത്തിക്കൊണ്ടിരിക്കുക, വണ്ടികളാ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. Yeah, he's pushing. ഞാൻ തള്ളിക്കോളാം. എടാ ചെറുക്ക, നീ അവിടെ എന്തോ കുത്തിക്കൊണ്ടിരിക്കുന്നേ? എടാ അച്ചുവിന് ഡെലിവറി ആവുന്നില്ല. അച്ചുവിന് ഡെലിവറിയാ? ലോല നീ? ആ ഞാൻ അയച്ച മെസ്സേജ് ഡെലിവറി ആവുന്നില്ല. He thought delivery, like the child's George. ഇല്ല, സാറിന് ഇങ്ങനെ നീലറ്റിക്ക് വരുന്നില്ല, അതിപ്പോ വരുന്നില്ല. Almost got a heart ഡെലിവറി attack. ആവുന്നില്ലെന്നാണോ വാവ് പറഞ്ഞത്? മെസ്സേജ് ഡെലിവറി അല്ല, ഡെലിവേർഡ് അങ്ങനെ പറയണം കേട്ടോ. എടാ അവള് വല്ല കുളിക്കാനും പോയതായിരിക്കും. അവളങ്ങനെ കുളിക്കത്തൊന്നുമില്ല, ഇത് വേറെ എന്തോ പ്രശ്നമുണ്ട്. ഇന്നലെ മല ഞാൻ മെസ്സേജ് അയക്കുന്നത്. എടാ ഇവിടെ അതിനെക്കാട്ടി വലിയ പ്രശ്നം നടക്കാൻ പോവാ. എന്ത് പ്രശ്നമോ? നമ്മളിപ്പോ എവിടാ പോയത്? സിനിമയ്ക്ക്. ആരുടെ കാശ് കൊണ്ടാ പടം കണ്ടത്? ഷിബുവിന്റെ. ഷിബു എന്തിനാ കാശ് നമുക്ക് തന്നത്? അരി വാങ്ങിക്കാൻ. ആന്നോ? അരി മേടിച്ചോ? അവന്റെ വണ്ടിയുടെ പെട്രോളും തീർത്ത് കൊണ്ട് വെച്ചോ? അവിടെ ചെല്ലുമ്പോ എന്തെങ്കിലും ഒരു കഥ പറയണം. അയ്യോ, കഥയൊന്നും പറയണ്ട, അവൻ പോയി പടം കാണട്ടെ. പിന്നെ നമ്മൾ ഇനി ട്വിസ്റ്റ് പറഞ്ഞെന്നും പറഞ്ഞോണ്ട് അവൻ നമ്മുടെ Lolan! Oh my God, so innocent. He's adorable. Oh, I want to see അവിടെ this. ചെല്ലുമ്പോ എന്തെങ്കിലും ഒരു കഥ പറയണം. അയ്യോ, കഥയൊന്നും പറയണ്ട, അവൻ പോയി പടം കാണട്ടെ. പിന്നെ നമ്മൾ ഇനി ട്വിസ്റ്റ് പറഞ്ഞെന്നും പറഞ്ഞോണ്ട് അവൻ നമ്മുടെ വെക്കിട്ട്. This was really hilarious. രക്ഷപ്പെടാൻ വേണ്ടി ഒരു കഥ പറയണ്ട അവന്റെ അടുത്ത്. നീ മിണ്ടണ്ട, ഒരു അക്ഷരം മിണ്ടരുത് നീ. അവന്റെ അടുത്ത് എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, നീ എനിക്ക് തലയാട്ടിയാൽ മതി കേട്ടോ. I think Achu got kidnapped by the Britto. വേണ്ടല്ലോ, അതിന് ഓർക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞില്ല. നീ ഒന്ന് ഓർക്കുകയും വേണ്ട, ഒന്നും പറയാൻ വേണ്ട, എല്ലാം ഞാൻ പറഞ്ഞോളാം. നീ തലയാട്ടി കൂടെ എന്നാ മതി. അവൻ വന്നിട്ടില്ലെന്നാ തോന്നുന്നു. എന്റെ വണ്ടി പിന്നെ അവിടെ പോയിക്കണായിരുന്നു രണ്ടും. ഷിബു സംഭവം എന്തോന്ന് പറയട്ടെ, ഞങ്ങൾ നിർത്തി നീ പറയണ്ട, നീ പറ. ഞാനല്ല പറയണ്ടേ, ഇവനാ പറയണ്ടേ. ഞങ്ങളിപ്പോ ആര് പറഞ്ഞാലും എന്താ? ജോർജ്, നീ മിണ്ടരുത്, നീ പാ തുറക്കരുത്, പറടാ. എന്താ പറയണ്ടേ? എന്തെങ്കിലും ഗുണം പറയടാ. പിന്നെ സിനിമയുടെ പറയട്ടെ. കൊല്ലി ഞാൻ പറ്റി. പറ. അത് പിന്നെ ഇന്ന് അരി വാങ്ങിക്കാൻ പോയപ്പോ എനിക്ക് ഇച്ചിരി പോപ്കോൺ തിന്നണമെന്ന് തോന്നി. Okay, popcorn. അപ്പോ
ഞങ്ങൾ കുറേ കടകളിൽ കയറി ഇറങ്ങിയപ്പോൾ അവിടെ ഒന്നും പോപ്കോൺ ഇല്ലായിരുന്നു. അങ്ങനെ ഒരു കടയിൽ ചെന്നപ്പോൾ അവിടുത്തെ മാമൻ പറഞ്ഞ് തിയേറ്ററിലെ പോപ്കോൺ കിട്ടത്തുള്ളെന്ന്. അങ്ങനെ തിയേറ്ററിൽ ചെന്ന് വെച്ചപ്പോൾ അവർ പറയുക ഇൻ്റർവെല്ലിലെ പോപ്കോൺ കൊടുക്കത്തുള്ളെന്ന് അല്ലേ? ഇൻ്റർവെൽ വരെ ഞങ്ങൾ മനസ്സോടെ ആ പടം ഇരുന്ന് കണ്ട്. ഇൻ്റർവെൽ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങിയ പോപ്കോൺ ചോദിച്ചപ്പോൾ അവർ പറയുക പോപ്കോണിന് 100 രൂപയാന്ന്. വാങ്ങിക്കാതെ നിവൃത്തിയില്ലല്ലോ. ഞങ്ങൾ പിന്നെ പോപ്കോൺ വാങ്ങിച്ചിട്ട് പടം പകുതി വരെ കണ്ടില്ല, അതുകൊണ്ട് ബാക്കി കൊണ്ടിരുന്ന കണ്ട്. പടം കഴിഞ്ഞ് വെളിയിറങ്ങിയപ്പോഴത്തേക്ക് പകുതി വഴി ആയപ്പോഴത്തേക്ക് പെട്രോൾ തീർന്നു. പിന്നെ ഞങ്ങൾ ഉന്തിക്കൊണ്ടാണ് വന്നത്. കള്ളപ്പോ നിങ്ങൾ പെട്രോൾ നിർത്താ. പെട്രോളിന്റെ കാര്യം അവൻ ചോദിച്ചില്ലായിരുന്നല്ലോ. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. എടാ ജോർജ്, നിന്നെ ഞാൻ കാശേപ്പിച്ച മാസാവസാനമായിട്ട് എടുക്കാൻ കാശില്ലാണ്ട് നുള്ളിപ്പെറുക്കി സാധനം മേടിക്കാൻ കാശ് തന്നപ്പ നിങ്ങൾ രണ്ടുപോയി പുട്ടടിച്ചേക്കണം. അയ്യോ പുട്ടല്ല, പോപ്കോൺ ആയിരുന്നു. എന്നോട് എനിക്ക് സംസാരിക്കണ്ട, നീ പറ. ഈ ഒരാഴ്ചത്തെ ഫുഡിന്റെ കാര്യം നീ നോക്കിക്കോണം. നാളെ കാലത്ത് ഇവിടെ സാധനം എത്തിയുണ്ടാവണം. എന്റെ പൊന്നളിയ, ഈ ആഴ്ചത്തേക്കുള്ള ഫുഡിന്റെ കാര്യം ഞാൻ സെറ്റ് ആയിക്കോളാം. ഞാൻ ഏറ്റ് പോരെ, കണ്ടാ മതി അത്. ആ പിന്നെന്താ, നിനക്കല്ലോ സിനിമ ആഗ്രഹം. നല്ല സിനിമ എല്ലാവരും. ഹലോ അല്ല, നാളെ ഈ ബാത്റൂം കഴുകിട്ടോണം, നാറിയിട്ട് വയ്യ. Wow, Shibu is like really holding it in that, you know, you can see the frustration on his face. They're acting so well. What are these three gonna do? അച്ഛനെ ഇവിടെ മൊത്തം കൊതുക് കേട്ടോ. I actually thought Achu would be kidnapped by ഇവിടെ ഇങ്ങനെയുള്ള സീനിലൊക്കെ നമ്മൾ ശക്തി ഉപയോഗിച്ചിട്ട് ഒരു കാര്യമില്ല, ബുദ്ധി ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യണം. ബുദ്ധിയാണോ? ബുദ്ധിയാണ് എല്ലാ ആവശ്യത്തിന് കൂടുതൽ. ആണോ? എന്നാൽ കൂടുതലുള്ള ബുദ്ധി കുറച്ച് അച്ചാറിട്ട് വെച്ചോ, ചോറും കൂട്ടി തിന്നാ ശാപമൊക്കെ. നീ പറ. എടോ ഇതേപോലത്തെ ഒരു കേസിൽ ഞാൻ പണ്ട് എടുത്തൊരു ടൂളുണ്ട്, മിഷൻ ഊമക്കത്ത്. ഊമക്കത്തൊക്കെ നടക്കും. എടോ അവന്മാർ 4 പേരും ബാച്ചിലേഴ്സ് അല്ലേ? അപ്പോൾ അവന്മാരുടെ ഏതെങ്കിലും ഒരു തന്നെ ഒരു പെണ്ണ് കേസ് ഉണ്ടാവുമല്ലോ. ലോലൻ, അവനൊരു ഞരമ്പ. ആ ലോലൻ, അവൻ മതി. അവൻ്റെ പേരിൽ തന്നെ ഉണ്ട് ഒരു, അവൻ മതി. അപ്പോൾ ഈ ബാലൻ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ്, ബാലനല്ല ലോലൻ, എന്ത് കാലിനേലും ആവട്ടെ, അവൻ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഇല്ലാത്ത പെണ്ണിന്റെ പേരിൽ നമ്മളൊരു പീഡന കേസ് സെറ്റ് ചെയ്ത് വിടുന്നു. അയ്യേ പെണ്ണ് കേസാ? ചീപ്പാ. നീ ആ പിള്ളേർക്ക് കമ്പ്യൂട്ടർ മോട്ടിക്കാൻ നടക്കണല്ലോ കള്ള. മൈൻഡ് യുവർ വേർഡ്സ്. ആ സായിപ്പിളാണ് നിന്റെ ആയുസിന്റെ ഏക ബലം, ഓർത്തോ നീ. ഒന്നും മിണ്ടാതിരിക്കടാ. നീ പറ. എടോ നമ്മൾ IPC സെക്ഷൻ 300 ചില്ലാനം വെച്ചിട്ട് ഒരു പീഡന കേസ് ചാർജ് ചെയ്ത് വിടുന്നു. അല്ലെ 300 ചില്ലാനൊക്കെ എന്ത് കണക്കാ? എന്റെ അറിവിൽ പീഡന കേസൊക്കെ 300 ചില്ലാണ്. എനിക്ക് ഇഷ്ടമുള്ള സെക്ഷൻ ഇട്ടോ, സെക്ഷനിലല്ല കത്തിലല്ലേ കാര്യം. അതല്ല, നമ്മൾ ഈ ഊമക്കത്ത് കൊടുത്താൽ ലാപ്ടോപ്പ് എങ്ങനെ എടുക്കും? നല്ല ചോദ്യം. മുണ്ടല്ലേ നീ. എടോ ഇങ്ങനെ ഒരു കത്ത് അവിടെ ചെന്നാൽ ഇവന്മാര് പേടിക്കും. അപ്പൊ ഇവന്മാരിങ്ങനെ പേടിച്ച് സീനായിരിക്കണ സീനിലേക്ക് നമ്മൾ വേറൊരു കത്തും കൂടെ അയക്കുന്നു. അതായത് 4 പേരും കൂടി ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ ഈ സീൻ സോൾവ് ചെയ്യാൻ സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞു. ഇവന്മാര് സെറ്റിൽമെന്റിന് വരുന്ന സമയത്ത് നമ്മൾ അവിടെ കയറി പണി നടത്തുന്നു. ഇത് വർക്കൗട്ടാവും. അറിയാല്ല, താൻ വാ, നമുക്ക് സെറ്റ് ചെയ്യാം. പകല് മുഴുവൻ പണിയെടുത്ത് ഇണ്ടക്കി ഷിബുനെ പറ്റിച്ച് റീചാർജ് ചെയ്ത് ഇണ്ടക്കി. Oh no. എടാ ശംഭു, എടാ പൈപ്പ് അടയുന്നില്ല, വെള്ളം എല്ലാം പോവാ. നീ എന്നിട്ട് എവിടെ വന്നിരിക്കാ? പോയി പൂട്ടിക്കൂടെ? എടാ പ്ലംബറിനെ വിളിക്ക്, ശരിയാക്കാൻ പറ്റുന്നില്ല. നീയോ? എനിക്കാരും പരിചയമൊന്നുമില്ല. എടാ നീയാണോ ബാത്റൂമിലെ പൈപ്പ് തുറന്നിട്ട്? അത് അടയുന്നില്ലടാ, വെള്ളം എല്ലാം പോയിക്കൊണ്ടിരിക്കുക. നീ ഒരു പ്ലംബറിനെ പോയി വിളിച്ചോണ്ട് വരുമോ? പ്ലംബറോ? എന്തുവാടേ ഇതൊരു പൈപ്പ് അടയ്ക്കാൻ നിസ്സാരം. ഞാൻ അടച്ചു തരാം. എന്തൊരു കഷ്ടമാണ്. ഇങ്ങനെയൊക്കെ അറിയുന്നു. പിന്നെ അതിൻ്റെയൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടില്ലേ? എടാ ശംഭു, എടാ ഇവിടെ ഞാൻ മാത്രമല്ലടാ പണിയെടുക്കുന്നേ. ഇടയ്ക്ക് നിങ്ങളോടും സഹായിക്കരുത് തന്നെ. അവന് നിനക്കെന്താ ഇവിടെ വലിയ പണി? പണിയെടുത്ത് മടുത്ത്. നിങ്ങളോടും സഹായിക്കും ഇടയ്ക്ക്. നീ സമാധാനപ്പെടും, നമുക്ക് ശരിയാക്കാത്. Call the plumber. എന്നിട്ട് നീ കുളിച്ച പൈപ്പ് അടയ്ക്കാൻ നോക്കിയതാ. എന്നിട്ട് അത് ശരിയായാ? നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുമെന്ന് തോന്നില്ലത്. കൊടുക്കത്തെ ജാമ. അതല്ലേ ഞാനും പറഞ്ഞത്. അതാ ഞാനും പറഞ്ഞത്. ഞാൻ പിന്നെ തൽക്കാലം എന്ത് ചെയ്തു, വെള്ളം നിൽക്കാൻ വേണ്ടി അവരോട് തുണിയെടുത്ത് അത് കെട്ടിപ്പോഞ്ഞ് വെച്ചിട്ടുണ്ട്. ഏത് തുണി? ആ ബാത്റൂമിൽ കിടന്നൊരു നിക്കർ. അയ്യോ, അതിന്റെ ഓണക്കോടിയായിരുന്നു. പിന്നെ വെള്ളം നിൽക്കണ്ട, ഞാൻ തൊയ്യാനാ, എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ. താരമില്ല. ജോർജ് ലോലം പറയണേ, ഇവന് ഒറ്റയ്ക്ക് പണിയെടുത്ത് മൊത്തം മടുത്തെന്ന്, നമ്മളും കൂടി സഹായിക്കണം. ആണോടാ? പണിയെടുത്ത് ക്ഷീണിച്ചടാ. ഞാൻ കുറച്ച് മെലിഞ്ഞല്ലേ ഇപ്പൊ. ഓടാ ആടാ ശംഭു, ലോൺ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്തായാലും ഒരു തീരുമാനം എടുത്തെടുത്തു. അവൻ വിഷമിച്ചാ പറയുന്നത്. ഞാനൊരു ഐഡിയ പറയാം. നമുക്കൊരു നറുക്കിടാം. എന്താ പറയുന്നത്? ഈ ആഴ്ച പണിയെടുക്കേണ്ട ആരാ? നമ്മുടെ 4 പേരെ പേരിട്ട് നറുക്കിടാം. ഏത്? That's actually not a bad idea. Like,
you know, probably you can draw a chit and decide every week who's going to do the show. ബാക്കിയുള്ള 3 പേരുടെ പേര് വെച്ച് നറുക്കിടും. അങ്ങനെ പോകുമ്പോൾ Or why to draw? Just do it once, like just rotate one person every week, no? That's probably easier. What if you draw and the same name comes twice? So that's sort of unfair. സെറ്റ് ആവത്തില്ലേ 4 പേരുടെ ടീം വെച്ചിട്ട്? അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടൊക്കെ പോകും. എന്താ പറയുക? ഷിബുവിനെ വിളി. അല്ല വേണ്ട, നീ വിളിച്ചു. ഞങ്ങൾ വിളിച്ചാൽ ശരിയാവത്തില്ല. എന്താ നീ വിളി. ശിബു അപ്പോ നറുക്കിടീ ചടങ്ങ് ആരംഭിക്കുകയാണ്. അപ്പൊ ഈ ആഴ്ച പണിയെടുക്കുന്ന ആരാ നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകും. അപ്പൊ ഞാൻ എല്ലാവരുടെയും പേര് അങ്ങനെ എല്ലാത്തിലും എന്റെ പേര് എഴുതി പറ്റിക്കാല്ലേ? ഞാൻ എഴുതിക്കണം കേട്ടോ. ആദ്യം നിന്റെ പേപ്പർ എടുത്ത് മാറ്റി. 4 എണ്ണം ഉണ്ടാ? 3 എണ്ണം മതി. നിങ്ങൾ 3 കൂടി എന്താന്ന് വെച്ചാൽ ആയാൽ മതി. നീ ഇവിടുത്തെ പണി എടുക്കാടാ. നീ എന്താ ഷിബുവിന്റെ പേര് എഴുതിയ? അടി നീ ഒന്ന് അല്ലേ ഷിബുവിന്റെ പേരൊക്കെ എഴുതും. എടുത്തടാ. സന്തോഷമില്ലേ? നീ തന്നെ. അയ്യോ ഒന്നുകൂടെ ഇടാം. ട്രയൽ, ഇത് ട്രയലായിരുന്നു. ഒന്നുകൂടെ ഇടാം. ഓടെ സമയങ്ങളാണ്. ഒന്നുകൂടെ ഇടാം. എന്തോടാ Shibu's just done with all of you, man. എടുത്തു. അല്ല എനിക്ക് ഈ ആഴ്ച വേണ്ട, അടുത്ത ആഴ്ച ഞങ്ങൾ രണ്ടുപേരിലൊക്കെ ഒരാൾ സെറ്റ് ചെയ്തോളാം. എടാ ഒന്നുമില്ല, ഈ ആഴ്ച ഇച്ചിരി പണിയെടുത്തിട്ട് അടുത്ത 2 ആഴ്ച റെസ്റ്റ് എടുക്കുന്നതിനെ കുറിച്ച് നീ ഒന്ന് ആലോചിച്ച് നോക്കി. എങ്ങനെയുണ്ട്? അത്രേ ഉള്ള കാര്യം, മനസ്സിലായോ? അയ്യോ അപ്പം പൈപ്പോ? എടാ അത് ഈ ആഴ്ച അല്ലേ, അടുത്ത ആഴ്ചയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും ആരെങ്കിലും എടാ എന്താ ഓണക്കോടിയാ നീ അടിച്ചതിനകത്ത് കയറ്റിയേക്കുന്നേ? വെള്ളം നിൽക്കണ്ടേ അടിയാ? ഞാൻ എന്തോ ചെയ്യാനാ? പ്ലംബറിനെങ്കിലും ഒന്ന് വിളിക്കടാ. ഒന്നുമില്ല, നീ എന്തെങ്കിലും Poor Lola. Poor him. ചേട്ടനെ വിളിച്ചാലോ? No, I'll call the plumber. എന്തോ ഇപ്പൊ പറഞ്ഞത്? പ്ലംബർ അല്ല വേറെ ഏതാണ്ട് പറഞ്ഞായിരുന്നല്ലോ. ചേട്ടനെ വിളിക്കുന്ന കാര്യം. എന്തിന്? ചേട്ടനെ ബാംഗ്ലൂരിൽ പ്ലംബർ ആയിരുന്നു. പിന്നെ അവിടുത്തെ വെള്ളത്തിന് ഫോഴ്സിന് കുറവാന്ന് പറഞ്ഞുകൊണ്ട് മാനേജറെ PVC പൈപ്പിന് അടിച്ചിട്ടാ നാട്ടിൽ വന്നത്. ചേട്ടന് പണിയൊക്കെ അറിയാം, നല്ലോണം അറിയാം. നിനക്ക് എന്താടാ? എടാ വേറെ വല്ല വഴി ഉണ്ടാക്കിയോ ചെറുക്കന്? അയാൾ പ്ലംബർ അല്ല, റിപ്പറാണ്. നീ നിന്റെ ഫോൺ എടുത്തൊരു ആപ്പ് ഉണ്ട്. അപ്പൊ പ്ലംബർ വരുവോ? അപ്പം ഇത് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഈ ജോബോയ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഇതാണ് സാധനം. അതിന്റെ പ്ലംബർ Great brand insertion. പ്ലംബർ അങ്ങോട്ട് വിളിച്ച് നമ്മുടെ ലൊക്കേഷനും കൂടി സെറ്റ് ചെയ്ത് കൊടുത്താൽ പ്രൊസീഡ് അടിച്ചിട്ടുണ്ടല്ലോ, പ്ലംബർ വീട്ടിലേക്ക് വരും. പ്ലംബിങ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ലേ? അതിനകത്ത് നമുക്ക് ഇലക്ട്രീഷ്യനെ വിളിക്കുക, ക്ലീൻ ചെയ്യാൻ ആളിനെ വിളിക്കുക, പിക്കപ്പ് ആൻഡ് ഡെലിവറിക്ക് ആൾ വിളിക്കാം. Nice. Is this app still there? Working? ഇപ്പൊ സന്തോഷമായില്ലേ? ഇതുപോലെ എന്താ ആവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളോട് പറയണം കേട്ടോ. ചേട്ടനെ ഒന്നും വിളിച്ച് വരുത്തരുത് കേട്ടോ. Roland doesn't realize he has such a big weapon in his hands to get his stuff done, like his brother. He doesn't use it. He's such a gullible അടുത്ത boy. ആഴ്ച നിങ്ങളല്ലേ? ആരുടെ കളിയാക്കുന്നത്? Oh, they've sent a letter, right? കത്തോ? ലോല ഒരു കത്ത് വരാനോ? ലോല നിനക്കൊരു കത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കല്യാണക്കുറിയാണോ? കല്യാണക്കുറി? No, it's not. എടാ വഞ്ചക ലോല, ആട്ടിൻതോലിട്ട ഒരു ചെന്നായാണ് നീ. ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതം തകർത്തെറിഞ്ഞിട്ട് നീ സുഖിക്കുകയാണല്ലേ? നിന്നെയും നിന്റെ കൂടെ ഉള്ളവന്മാരെയും ഇരുമ്പഴിക്കുള്ളിലാക്കാതെ എനിക്ക് വിശ്രമമില്ല. കൂടെ ഉള്ളവന്മാരാരാ? ഞങ്ങളാണോ? IPC 354 പിന്നെ കുറെ വകുപ്പൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. ഇത് സ്ത്രീപീഡനത്തിന് ഞാൻ കേസ് കൊടുക്കാൻ പോവുകയാണ്. എന്തോടാ ഇത്? ഇനി ഒരു പെൺകുട്ടിയുടെ ജീവിതം താറുമാറാക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല എന്ന് നീ കാരണം ജീവിതം വഴിമുട്ടിയ ഒരു പാവം പെൺകുട്ടി. Interesting. Oh wow. Oh man. Should I shoot the finale today only? I'll wait. I'll probably shoot it today only as a separate video. Let's see. I have a couple of other videos to shoot, but firstly, let me just remove this first. Firstly, I don't know. I mean that the trick of blaming him of sexual harassment. I know it's just a script, but I felt bad. I felt bad that they are trying that trick on him. I don't know. I mean, because I know I'm not supposed to take it so seriously, but I'm just saying
I mean, accusing someone of that falsely is so, I mean, can be mentally so torturing. But it's okay, it's all in good humor because I know the context, I know the series. But still, I felt like I'm genuinely feeling bad for Lolan, such a sweet boy, and then they are, you know, using this cheap trick on him. But yes, it's to get the C tracker. The C tracker is the entire trouble of root cause of everything, huh? Shambhu? Huh? You're causing all problems to Lolan. So we still don't know. I hope now that we get to see Achu in this finale. And so yes, now I completely understand. So this is gonna be these three versus these four guys and how they, because this is a big problem. Now this is a big problem. So of course they're gonna blackmail them that get your this thing. What do you say? C tracker. And I'm guessing at the end, probably in that fight, he ends up selling the C tracker. Shambhu ends up selling the C tracker himself to the dealer, and they make a lot of money and they start their own business. Okay, I'm going too far. I'm imagining a lot of things now. I'm just gonna, like I said, I'm just gonna keep a blank slate and then react to the finale without, you know, thinking about any conclusions right now. So we know where we are at, and now of course this is gonna be you know, all these four boys versus these three villains. So yes, that's what it has come down to. Let's see how all these loops get closed and how these four finally come out of this problem, and if they are able to, you know, get their lives on track. That would be very, very interesting to see. That would be the finale reaction. And yes, that was my reaction for today for 17th, 18th and 19th episode. I am really excited to see how this ends. And yes, you guys told me that there's not going to be a second season, but the correct team is planning to make a movie. So I don't know if this thing gets like the finale is kept open-ended or not. We'll find out probably tomorrow or day after. I don't know when I'll shoot it. Let's see if I'll probably shoot it tomorrow only, because I also want to watch it. I also want to see what happens. So yes, that was my reaction for today. I hope you've come till the end of the video and have enjoyed watching it. And yeah, I will see you on my next video. Bye bye.